ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടില്ലേ, ഇത് നമ്മൾ വീട്ടിൽ വന്ന വേസ്റ്റാണ്. അപ്പം ഈ വേസ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെടികൾക്കൊരു അടിപൊളി വളമുണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടുകളിൽ ഇങ്ങനെ പച്ചക്കറിയുടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ വെറുതെ എടുത്ത് കളയാതെ നമുക്കതിനെ ഒരു നല്ലൊരു വളമാക്കി മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇത് വളമാക്കുന്നത് മാത്രമല്ല, ഇത് നമ്മൾ ചെടികൾക്കിടുന്ന വേറൊരു ടെക്നിക്കും കൂടാണ് കാണിച്ചു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 2 പാത്രത്തിലായിട്ട് വീട്ടിലുണ്ടായിരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ്, പിന്നെ മുട്ടത്തോട് അതുണ്ട്, പിന്നെ അതുപോലെ തന്നെ തേയിലക്കൊന്തും ഉണ്ട്. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ വളം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പോകുന്നത്. ആദ്യം ഒരു ബോട്ടിൽ എടുക്കണം. എന്നിട്ട് അതിൻ്റെ ഈ ബാക്ക് ഭാഗമില്ലേ, അതൊന്ന് കട്ട് ചെയ്യണം. അതിന് 3/4 വരെ കട്ട് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ നമുക്കിങ്ങനെ പുറകോട്ടെടുക്കത്തക്ക പോലെ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഫുള്ള് കട്ട് ചെയ്യേണ്ട, ഇത്രയും പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗമില്ലേ, അതിൻ്റെ അവിടോട്ട് നമ്മളൊരു കല്ലോ എന്തെങ്കിലും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്തെങ്കിലും ഒരു ചെറിയൊരു മണ്ണ് പോകാതിരിക്കാൻ വേണ്ടി നമ്മളാദ്യം ഇച്ചിരി മണ്ണിടും നമ്മൾ. കണ്ടോ, അങ്ങനെ ഇതിനുള്ളിൽ ഇവിടുന്ന് കുറച്ച് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ലും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മണ്ണോ ചാരമോ മണലോ എന്തെങ്കിലുമൊക്കെ ഇടാം, ചാണകപ്പൊടിയോ ഒക്കെ ഇടാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ളതുപോലെ കുറച്ച് മണ്ണാണെങ്കിൽ ഇച്ചിരി ചാണകമോ അല്ലെങ്കിൽ ഇച്ചിരി ചാരമോ എന്തെങ്കിലും ഇടാം. ഇട്ടു. ഇനി നമ്മൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് അതിനകത്തോട്ട് ഇടാം. കണ്ടോ, ഇങ്ങനെ ഇടണം. കുറച്ച് ചാരം കൂടെ ഇടണം. പിന്നെ ഈ തേയിലക്കൊന്ന്, അങ്ങനെ ഒരെണ്ണം റെഡിയായി. അപ്പം ഗൈസ്, നമ്മളിതുപോലെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തു, അതിൻ്റെ മുകൾ ഭാഗം ഫുള്ള് കട്ട് ചെയ്യേണ്ട, ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ താഴെയായിട്ട് നമ്മളൊരു കല്ലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മണ്ണോ ചാരവോ എന്താണെന്ന് വെച്ചാൽ ഫില്ല് ചെയ്യുക, ചാണകമോ എന്താണെങ്കിലും കുഴപ്പമില്ല, അത് ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളുടെ വേസ്റ്റ് ഇത് നിറച്ചിട്ട് കൊടുത്തു. നിങ്ങളുടെ കയ്യിലുള്ള വീട്ടിൽ വരുന്ന എന്ത് വേസ്റ്റ് ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. പ്ലാസ്റ്റിക് ഒഴിച്ച് ബാക്കി എന്ത് വേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ വെച്ചു. ഇനി ഇതുപോലെ നമ്മൾ വേറെ കുറേ കുപ്പികളും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മൾ 4 പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതുപോലെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചിരട്ട വെച്ചിട്ടും ഇവിടെ ക്ലോസ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും മതിയാവും. അപ്പം നമ്മൾ 4 ബോട്ടിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ മെയിൻ സാധനം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ബീൻസ് നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നമ്മളിത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പം നമ്മളിത് ദിവസവും വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടണം. എന്നിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഇതിനകത്തിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതങ്ങ് അടച്ച് വെക്കണം. അപ്പം നമ്മളുടെ ഇതിൽ നിന്ന് വരുന്ന ജ്യൂസും അല്ലെങ്കിൽ വേസ്റ്റായിട്ട് വരുന്ന ആ വെള്ളം ഇതിലേക്ക് വീണിട്ട് അത് വളം പോലെ ആയിക്കോളും. പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കിനും അതെന്ത് ചെയ്യും, അതങ്ങ് ചീഞ്ഞ് പൊക്കോളും. നല്ലൊരു വളമാണ് പച്ചക്കറിക്ക്. പിന്നെ നമ്മൾ വീട്ടിൽ വരുന്ന വേസ്റ്റ് കൊണ്ട് കളയാതെ ഇതിനുള്ളിലോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിത് തുറന്നിട്ട് ഇതിലേക്ക് കണ്ടോ, ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ അടച്ച് വെക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഈച്ചയൊന്നും വരാതെ അങ്ങനെ ഇരുന്നോളും. എന്നിട്ട് ഈ വെള്ളം ഇതിൻ്റെ മണ്ണിലേക്ക് അങ്ങ് പൊക്കോളും. അടിപൊളി ഒരു വളമാണ്. അപ്പം
പ്ലാസ്റ്റിക് കുപ്പികൾ കളയണ്ട, വീട്ടിൽ വരുന്ന വേസ്റ്റുകൾ കളയണ്ട. ഇങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പച്ചക്കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വളമാണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.